ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് എന്തൊക്കെ ഇഷ്യൂസ് ആണ് നമ്മൾ പൊതുവെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബിം ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോപ്പ് ടു പറയുകയാണെങ്കിൽ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് പറയാം. ക്ലയൻറ്റ് ഇപ്പോൾ ബിം യൂസ് ചെയ്യുന്നത് അവർക്ക് ജസ്റ്റ് ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ടെൻഡർ സ്റ്റൈൽ ആവശ്യമുണ്ട് അല്ലെങ്കിൽ മാൻഡേറ്ററി ആണെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് കുറേ പേര് ബിം ചെയ്യുന്നത്. ശരിക്കും അതിൻ്റെ പ്രോസസ്സിലേക്ക് അവർ ഇൻവോൾവ് ആവുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് പല പ്രൊജക്റ്റിലും ബിം എക്സിക്യൂഷൻ പ്ലാനൊക്കെ അവിടെ മിസ്സിംഗ് ആണ്. സോ ഈ ഇഷ്യൂസ് വരുമ്പോൾ ക്ലയൻറ്റിന് കൃത്യമായിട്ടൊരു ധാരണ അവർക്ക് ഈ പ്രൊജക്റ്റ് സൈക്കിളിൽ എങ്ങനെ ബിം യൂസ് ചെയ്യാം, അല്ലാതെ ഒരു 3D മോഡലിങ്ങിന് മാത്രമായിട്ടല്ല ശരിക്കും ബിം ചെയ്യേണ്ടത്. ബിം ഒരു പ്രോസസ്സാണ്. സോ ആ പ്രോസസ്സ് അവർക്ക് എങ്ങനെ വാല്യൂ ആഡ് ചെയ്യും, ആ പ്രൊജക്റ്റിൻ്റെ ലൈഫ് സൈക്കിളിൽ എത്രത്തോളം ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വഴിക്കാണ് ആ ബിം നമുക്ക് അഡ്വാൻറ്റേജ് ആക്കാൻ പറ്റുക എന്നൊക്കെ ക്ലയൻറ്റ് സൈഡിൽ തന്നെ ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. സോ അത് മിസ്സിംഗ് ആണ് പറയുകയാണെങ്കിൽ. ഇനിയിപ്പോൾ ഡിസൈൻ കൺസൾട്ടൻസ് ആണെങ്കിലും ഇവർ ചെയ്യുന്ന ലൈക്ക് ആർക്കിടെക്ചർ, സ്ട്രക്ചർ, MEP മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് ഫയർ ഫൈറ്റിംഗ് എന്നീ സർവീസൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് ഒരു പ്ലാറ്റ്ഫോമിലല്ല, പല ദിക്കുന്നും പല സ്ഥലത്തുമാണ് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്നത്. സോ അവിടെ ഒരു കോർഡിനേഷൻ നടക്കുന്നില്ല. സോ ഈ കോർഡിനേഷൻ ഇഷ്യൂസ് വല്ലതും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ സമയം പിടിക്കും. ആ സമയമാകുമ്പോഴേക്കും അത് ഫിക്സ് ചെയ്യാൻ ഒരുപാട് കോസ്റ്റ് അവിടെ നമുക്ക് ഇഷ്യൂ വരുന്നുണ്ട്. സോ അതൊരു ഇമ്പാക്റ്റാണ് അവർ ഡിസൈൻ ടൈമിൽ തന്നെ ഇത് ചെയ്യാത്തതുകൊണ്ട്, ഇത് കൃത്യമായിട്ടൊരു പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ട് അവിടെ ആ ഇഷ്യൂസും നമ്മൾ നേരിടാറുണ്ട്.